സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ ആ സമയത്ത് ശബരിമല പ്രശ്നം നടക്കുന്നത് കൊണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു. അതായത് അദ്ദേഹം അതിലെടുത്ത നിലപാടിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുക ചെയ്തു. വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിളി മുഴുവനാവുന്നതിന് മുമ്പ് അദ്ദേഹം നടന്ന് വന്നിട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് ഞാൻ മാറി നിന്നു. അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. എനിക്ക് ഈ കാര്യമൊന്നും മനസ്സിലായില്ല. എന്താണ് മാറി നിൽക്കാൻ പറഞ്ഞതെന്നും എന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ മാറി നിന്നു. പക്ഷെ എനിക്കത് അപ്പം ഭയങ്കര ഒരു രോഷം എനിക്കുണ്ടായി. അതെൻ്റെ മുഖത്ത് വരികയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ ചിന്തിച്ചു അത് അദ്ദേഹത്തിൻ്റെ മര്യാദയാവും ആ രീതിയിൽ പെരുമാറുക എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ പോയ ഊർജം പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് നടക്കുമ്പം മൈക്കിനടുത്തേക്ക് അദ്ദേഹം പ്രസംഗിച്ച് മടങ്ങുമ്പം ഞാൻ വിചാരിച്ചു പറയണം, താങ്കളുടെ ആ മാറി നിൽക്കുക എന്ന ജന്മി ശബ്ദത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദി സാറിന് പറയണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറയാണ്ടിരുന്നത് ആ പരിപാടി എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു മനുഷ്യന് അവാർഡ് കിട്ടുന്നൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിന് മുൻകൈ എടുത്തവരിൽ ഞാനും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ തന്നെ ആ പരിപാടിയുടെ മുഖം മാറ്റിക്കളയുന്നത് ശരിയല്ലല്ലോ. പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ ഇതാവുമ്പോൾ വേദിയിൽ നിന്ന് അവരെ അപമാനിക്കുമ്പം അത് ഏത് വ്യക്തിയായാലും ചെറുതായാലും വലുതായാലും മനുഷ്യർക്ക് ആർക്കായാലും ഒരു അഭിമാനം ഉണ്ടാവില്ലേ? അതിനല്ലേ ക്ഷത ഏൽക്കുന്നത്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? പ്രത്യേകിച്ചും മുഖ്യമന്ത്രിനെ പോലെയുള്ള ഒരു പക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യരിൽ നിന്ന് അങ്ങനെയുള്ള ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത് വായിച്ചപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഒരാൾക്കുണ്ടായി എന്നും കൂടെ വായിച്ചപ്പം എനിക്ക് പ്രതികരിക്കണം എന്ന് തന്നെ തോന്നിയതും ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് എഴുതിയതും. അവർ സ്വാഭാവികമായും ഞെട്ടിപ്പോകും. കാരണം അവരറിയാത്തൊരു തെറ്റിനാണ്. അവർ ഒരു തെറ്റ് ചെയ്തിട്ടല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്, അവിടെ ഒരു വേദനിക്കപ്പെടുന്നത്. അത് ഒരു വേദന തന്നെയാണ്. മുഖ്യമന്ത്രിൻ്റെ ഈ സ്ത്രീപക്ഷ നിലപാട് സത്യസന്ധമാണെങ്കിൽ മുഖ്യമന്ത്രി അത് തിരുത്തന്നെയാണ് വേണ്ടത്. ഇനിയൊരു വേദിയിൽ ആവർത്തിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങളാളെ വിളിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ അതിലെല്ലാം കർക്കശമായ നിലപാട് തന്നെ സ്വീകരിച്ചു പോവുകയാണ്. എല്ലാ പൊതു ഇടങ്ങളും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തുണ്ടായാലും അതെല്ലാം കർക്കശമായി തന്നെ നേരിടുന്ന നിലപാട് സ്വീകരിക്കും.